ആരും വന്നിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ ചുമ്മാ സംസാരിച്ചിരിക്കാൻ വേണ്ടി ഹായ് ഡിഡിക്കുട്ട, മീനുക്കുട്ടി. ഹലോ ഹായ്. ഹലോ അലം, റസ്മി ഹായ് 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 പറയണ്ടേ. ഓക്കെ, അപ്പം നമുക്ക് 75th എപ്പിസോഡ്. അപ്പം എല്ലാവരോടും ഒരുപാട് സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മുടെ ഉടൻപണം 3.0 എന്ന് പറയുന്ന ഷോ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് പേര് ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അതിങ്ങനെ 1ാമത്തെ എപ്പിസോഡിൽ തുടങ്ങി ഇങ്ങനെ പയ്യെ ഈ വീക്ക് 75 എപ്പിസോഡ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം എല്ലാവരും, നന്ദിയൊക്കെ എല്ലാവരും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ 25ാം എപ്പിസോഡ് തൊട്ട് നമ്മൾ കുറച്ച് സർപ്രൈസ് പരിപാടികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാത്തിരുന്ന് കാണാം. അതെ, 75th എപ്പിസോഡ് തൊട്ട് അത് അത്യാവശ്യം എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു സർപ്രൈസ് ആണ്. അപ്പം പിന്നെ ഒരു പരിപാടി 75 എപ്പിസോഡ്സ് വരെ എത്തുക എന്ന് പറയുന്നത് ഇത്ര ചെറിയ കാര്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. ചെറിയ കാര്യമല്ല. അപ്പം അത് ഇതുവരെ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനിയും തുടർന്നും സപ്പോർട്ട് ഉണ്ടാവുക. നല്ല രീതിയിൽ തന്നെ മാക്സിമം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെന്താ, ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിശ്വാസം. എല്ലാവരും നല്ല രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ഒക്കോങ്ങും ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. ഒക്കോങ്ങിൻ്റെയും ഇപ്പം ആദ്യത്തെക്കാളും ഒരുപാട് ഒക്കോങ്ങിൻ്റെ റീച്ചും കൂടിയിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. അതെ, സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു, ഭയങ്കര ഹാപ്പിയാണ്. നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും നമ്മുടെ ഷോ നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചു എന്നറിയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പറയുന്നൊരു സംഭവമാണ്, നമുക്ക് എങ്ങനെ പങ്കെടുക്കാം, എന്താണ് ഇപ്പോൾ നമ്മുടെ ഉടൻപണം 3.0 കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരാനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ 2 ദിവസം ഈ ഒരു വീക്ക് തൊട്ട് നമ്മുടെ എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഓഡീഷന് വേണ്ടിയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്ഷൻസ് ഒക്കോങ്ങിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ ഒക്കോങ് ഗെയിം നോർമലി കളിക്കുന്ന പോലെ തന്നെ ഇവിടെ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ ഏറ്റവും വേഗത്തിൽ ഉത്തരം അയക്കുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരനെ നമ്മൾ ഇവിടുത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ടൊക്കെ ചാനൽ സെലക്ട് ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വരാം, അല്ലെങ്കിൽ ATM നിങ്ങളുടെ വീട്ടിലോട്ട് വരും. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ പ്രോഗ്രാം കാണാം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഓരോ ചോദ്യങ്ങൾ വരും ഓഡീഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതെല്ലാവരും വേഗത്തിൽ തന്നെ ആൻസർ ചെയ്യുക. പിന്നെ ഒക്കോങ് ഗെയിം എല്ലാവരും അടിപൊളിയായിട്ട് ഒരുപാട് പേരിപ്പോൾ ഗെയിം കളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. മെയിനായിട്ട് നമ്മൾ ഈ 2 കാര്യങ്ങളാണ് പറയണം എന്നാണ് നമ്മൾ ലൈവിൽ വിചാരിച്ചിരുന്നത്. ഒന്ന്, ഈ പറയുന്ന പോലെ ഓഡീഷന് കോളിന് വേണ്ട ചോദ്യങ്ങൾ. അതാണ് ഒരുപാട് പേര് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഓഡീഷൻ എങ്ങനെ ഉടൻപണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പൊക്കോങ് അല്ലാതെ ഉടൻപണത്തിലേക്ക് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ടും വരുന്ന ഒരു ചോദ്യം. ചിലവർ സ്റ്റുഡിയോയിലേക്ക് വിളിച്ച് ചോദിക്കുന്നത്, നമുക്കും അതിനെപ്പറ്റി നമ്മളല്ലായിരുന്നു അത് ടേക്ക് കെയർ ചെയ്യുന്നത്, നമ്മളല്ലാതെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേറെ ടീമുണ്ട്, ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഇപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു ഓഡിഷൻ വെക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിയത്. കാരണം ഒരുപാട് പേര് സ്റ്റുഡിയോയിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ ഓഡിഷൻ ചോദ്യങ്ങൾ കൊടുക്കാമെന്നൊരു പ്ലാനിലായി. പിന്നീട് പിന്നെ ചോദ്യങ്ങളപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മുടങ്ങാതെ കാണാം. അപ്പോൾ പ്രോഗ്രാമിന്റെ ഇടയിൽ ചോദ്യങ്ങൾ വരും, ഇതിന് വേഗത്തിൽ ആൻസർ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ 75ാമത്തെ എപ്പിസോഡ് തൊട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് സർപ്രൈസ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതും നിങ്ങൾ കാണുക, കണ്ടു തന്നെ അറിയുക. അത് പക്ഷെ നല്ലൊരു സർപ്രൈസ് ആണ്. അതെ, നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സർപ്രൈസ് ആണ്.
ഞങ്ങൾക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട്, രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. താങ്ക് യു ഡെയിൻ, നിങ്ങൾ സൂപ്പർ പെർഫോമിങ്. ലക്ഷ്മി അല്ല കേട്ടോ, മീനാക്ഷിയാ. ഹായ് ദി മീനാക്ഷി, ഹൗ യു? മക്കിറ്റ്സ് ലച്ചു മാധു ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു. എന്തായാലും പ്രോഗ്രാം ഇപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കാണുന്നുണ്ടെന്നാണ് വിശ്വാസം. കാണുന്നുണ്ട് നമുക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പം അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മൾ അതിനൊക്കെ ആൻസർ ചെയ്യാം. ഓഡിഷൻ ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെലക്ഷൻ കിട്ടുവാണെങ്കിൽ മനോരമയിൽ നിങ്ങൾക്ക് കോൾ വരും. പിന്നെ വീഡിയോ കോൾ ഓഡിഷൻ ഉണ്ടാവും. ഈ വീഡിയോ കോൾ ഓഡിഷൻ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിംഗ് കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വീഡിയോ കോൾ ഓഡിഷൻ വെച്ചിരിക്കുന്നത്. കാരണം നേരത്തെ എന്ന് പറഞ്ഞപ്പോൾ ഓഡിഷൻ ആണെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് വിളിക്കാവുന്നൊരു ഓപ്ഷൻ നമുക്കിപ്പോൾ ഇല്ലല്ലോ. അത് സേഫ്റ്റി നോക്കിയിട്ട് ഒരു വീഡിയോ കോളാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം എല്ലാവരും 9 മണിക്ക് പരിപാടി ഉണ്ട്, എല്ലാവരും കാണണം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞങ്ങളത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നീ കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കാൻ ടൈം ആയിട്ടില്ല, ഞാൻ ലേറ്റായിട്ടാണ് ചായ കുടിച്ചത്. അപ്പം എന്താ, മീനാക്ഷി കുറച്ചും കൂടി നാച്ചുറൽ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു കുട്ടി. ഓക്കെ, ഷോ നാച്ചുറൽ. ഞാൻ മൊത്തത്തിൽ നാച്ചുറലാണ്. എന്താ പറയാ, ടു ഓവർ സ്മാർട്ട്. വി ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. അതിനിപ്പോൾ എന്ത് ചെയ്യാനാ ചേട്ടാ, എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതായി പോയില്ലേ. ഡീമെറിറ്റ്സ് ആൻഡ് മേക്ക് കറക്ഷൻസ്. എൻ്റെ സ്മാർട്ട്നെസ് ഇങ്ങനെ ആയിപ്പോയില്ലേ, ഇതിപ്പോൾ കുറയ്ക്കാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്യാനാ? ഷോയിൽ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ ഷോ ചെയ്യുന്നത്. ഷോയിൽ നമ്മളോട് ഇൻസ്ട്രക്ട് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയും, അപ്പോൾ നമ്മൾ ചെയ്യും. അതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം? പിന്നെ ഡീമെറിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വർക്കിംഗ് ടൈം ഇൻ ഖത്താർ, ബട്ട് ഡ്യൂ ടു ദിസ് പ്രോഗ്രാം നൗഡേയ്സ് ഐ എം നോട്ട് വർക്കിംഗ് ബിക്കോസ് ലൈക്ക് ദിസ് പ്രോഗ്രാം വെരി മച്ച്. സുജീന ഷറഫുദ്ദീൻ, താങ്ക് യു സുജീന. നടക്കാൻ പോകുന്ന, നേരത്തെ നടക്കാൻ പോയായിരുന്നു, ഇപ്പം നടക്കാൻ പോകുന്നില്ല എന്ന് പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് താങ്ക് യു എല്ലാവരും. അപ്പം ഇതേപോലെ തന്നെ ഇങ്ങനെ നടത്തം മുടക്കിയിട്ട് കാണണമെന്നല്ല, നിങ്ങൾ വേറൊരു സമയം കണ്ടെത്തി നടത്തും വേണം. കാരണം അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. നടക്കാം, പരിപാടിയും കാണാം. ഡോണ്ട് ഫീൽ ബാഡ്. എന്തിനാ ബാഡ്? ഓവർ സ്മാർട്ടാന്ന് ചോദിച്ചത് കുട്ടിയാണോ? ഓ അങ്ങനെ. ഇല്ലില്ല, ഡോണ്ട് ഫീൽ ബാഡ്. നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. രണ്ടുപേരും നല്ല അവതരണമാണ്. താങ്ക് യു. നമ്മൾ ഈ പറയുന്ന പോലെ നമുക്കും ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഷൂട്ടല്ല, ലൈക്ക് ടെലികാസ്റ്റിംഗ് ഉണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് തിരിച്ച് അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ നല്ലോണം ഷൂട്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഒരുപാട് പ്ലാനിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഉള്ള ടൈമിൽ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉള്ള ടൈമിൽ മാക്സിമം ആൾക്കാർക്ക് ആ 1 മണിക്കൂർ എൻ്റർടൈനിങ് ആവാമെന്നുള്ള രീതിയിൽ മാക്സിമം എഫർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാം എപ്പോഴും ഇപ്പം ഇന്നിപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞാലും നമുക്ക് നാളെ ഇതിലും നന്നായി ചെയ്യണം തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും വിചാരിക്കുന്നത്. ഇന്നലെ നന്നായി അതുകൊണ്ട് ഇന്ന് മോശമാക്കണം നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പം എല്ലാ ദിവസവും നമ്മൾ എല്ലാ ദിവസത്തിനേക്കാളും മേലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ഷൂട്ടിങ്ങിന് പോകുന്നതും പെർഫോം ചെയ്യണതൊക്കെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇഷ്ടപ്പെടാത്തവർക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുക, അല്ലെങ്കിൽ ചാനൽ ത്രൂ അറിയിക്കുക. അപ്പോൾ നമ്മൾ അതിനുള്ള മാറ്റം ഫീഡ്ബാക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ലക്കി വിന്നർ ആയാൽ എപ്പിസോഡ് വിന്നർ ആവില്ലേ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. ലക്കി വിന്നർ എന്തില്ല, ഒക്കോങ്ങിൻ്റെ കാര്യമാണോ ചോദിച്ചത് അതോ ഓഡിഷൻ്റെ കാര്യമാണോ? മനസ്സിലായി. അശ്വതി വിങ്കർ കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കാമെങ്കിൽ പറഞ്ഞുതരാം, കാരണം മനസ്സിലായില്ല ചോദ്യം. BDT, it's not BD. Love you both. Thank you.
സാഹിദ് സത്താർ, യു ലുക്ക് ലൈക്ക് മൈ സിസ്റ്റർ. താങ്ക് യു സാഹിദ്, എനിക്കിഷ്ടമാണ്. നാച്ചുറൽ ഈക്വൽ ടു ആക്ടിങ് ഈക്വൽസ് ബ്യൂട്ടി ഈക്വൽസ് ഡെയിൻ ആൻഡ് മീനാക്ഷി. എന്നാൽ പിന്നെ ഞങ്ങളെക്കൊണ്ട് വെസ്റ്റ് നിങ്ങളിത് കാണുക ഡയലോഗ് ഒന്ന് പറയോ? അതെ അതെ, ഷോയിൽ തന്നെ ഞാൻ കഷ്ടപ്പെട്ടത് പറയുന്നത്. അതൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പറയുന്നതാണ്. അത് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടുമോ? അതൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് അതിപ്പോ നമ്മള് ലൈഫിൽ ഇങ്ങനെ മൊത്തം ഇപ്പൊ ഷോയില് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്ത് നടക്കുമല്ല. ആ ഷോ ഒന്ന് എൻഗേജിങ് ആക്കാൻ അല്ലെങ്കിൽ ഷോ ഒന്ന് എന്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാളും ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. രജിൻ കെ നമ്പ്യാർ പണിക്ക് ഞാൻ അഡ്വൈസ് ഗുഡ് ജോബ് ഇൻ ഷോ. അയ്യോ, ഗുഡ് ജോബ് ഇൻ ഷോ ബട്ട് സെന്റിമെന്റൽ എലമെന്റ്സ് കുറച്ച് നമ്മൾ സിമ്പതി എലമെന്റ്സ് ഉണ്ടല്ലോ, അതേ കുറച്ച് ഇതാക്കുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. എലമെന്റ്സ് അല്ല അത്. നമ്മളിപ്പോ ആക്ച്വലി ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ കണ്ടസ്റ്റൻസ് നമ്മൾ കൂടുതലും നമ്മൾ സാധാരണക്കാരെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സാധാരണക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ഒരു ടൈമില് ഭയങ്കര സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ തരണം ചെയ്ത് ഇങ്ങനെ പോകുന്ന ആൾക്കാരിനെ നമ്മൾ മാക്സിമം അത്തരത്തിൽ ഒരുപാട് പേരെ നമ്മൾ ചാനൽ നോക്കുന്നുണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ടും. അപ്പൊ അവരുടെ സംസാരവും അവരുടെ അറിവൊക്കെ വെച്ചിട്ടാണ് അവര് മത്സരിക്കുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും ഇവരുടെ ജീവിതങ്ങൾ ചോദിക്കുമ്പോൾ ചിലവരുടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ജീവിതമായിരിക്കും, ചിലവരുടെ ഈ പറയുന്ന പോലെ ഒരുപാട് ട്രാജഡി ഉള്ള ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതപ്പോ നമ്മൾ സംസാരിച്ച് വരുമ്പോഴാണ് അത് അറിയാ ഇങ്ങനെയൊക്കെയാണ് അവരുടെ സ്റ്റോറി എന്നുള്ളത്. അതെ, അപ്പോ നമുക്കപ്പോ എന്തോ ഒരു കണക്ഷൻ ഇന്ററപ്ഷൻ പറ്റിയതാണ്, സോറി. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഈ പറയുന്ന പോലെ ഒരുപാട് പേരുടെ നമുക്ക് ജീവിതം കാണാൻ പറ്റും. അപ്പോൾ അത് എല്ലാം സന്തോഷം ശരിയാണ്. അതിനാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പുറത്ത് നിന്നിട്ട് മാക്സിമം സന്തോഷിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പുറത്ത് വരുന്ന കണ്ടസ്റ്റൻസിന്റെ ഒരു അവരെ കരയിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് ചോദിക്കണ കാര്യങ്ങളല്ല. നമ്മൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ സിറ്റുവേഷൻ, അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമുക്കും നമ്മുടെ ഒന്ന് തട്ടും അവരുടെ പല കഥകളും കേൾക്കുമ്പോൾ. അപ്പൊ നമ്മളൊന്ന് പതറും. അപ്പോൾ അത് പാർട്ട് ഓഫ് ഷോയാണ്. അപ്പോൾ നിങ്ങളത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു ക്വിസ് പ്രോഗ്രാം മാത്രമല്ലല്ലോ. നമ്മളിത് എന്റർടൈനിങ് ആയിട്ടുള്ള എല്ലാം പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ ഷോ ഉദ്ദേശിക്കുന്നത്. അപ്പം ചിരിയും കരച്ചിലും സന്തോഷവും എല്ലാ ഇമോഷൻസും വന്ന് പോട്ടെ, അതല്ല അതിൻ്റെ ഒരു രസം. സിറ്റുവേഷൻ നന്നായി മാനേജ് ചെയ്യുന്നുണ്ടെന്ന് അഞ്ജു പറഞ്ഞിരിക്കുന്നു. കീപ്പ് ഇറ്റ് അപ്പ്. താങ്ക് യു. സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നുണ്ട്. മീനാക്ഷിയാണ് സിറ്റുവേഷൻസ് ഒക്കെ കിഡിലിനായിട്ടും മാനേജ് ചെയ്യുന്നത്. ലുക്ക് ലൈക്ക് മൈ ബ്രദർ. യു ലുക്ക് ലൈക്ക് ഹിസ് ബ്രദർ. ശരത്തിന്റെ Can you define you fully in correct മലയാളം? എന്നുവെച്ചാ Can you define you fully in correct മലയാളം? ആരെ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അടുത്ത എപ്പിസോഡിൽ ഡാഗിനിയും കുട്ടൂസനായിട്ട് വരുമോ മൈക്ക്? നിങ്ങളിങ്ങനെ ഓരോന്നും വിളിച്ച് പറയുന്നത് കേട്ടിട്ട് ഞങ്ങളെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കും. അല്ല, ആക്ച്വലി ഐ തോട്ട് ഓഫ് ദാറ്റ്. ഞാനിങ്ങനെ ചുമ്മാ കുട്ടൂസനുണ്ടായിരുന്നു നല്ലതായിരിക്കും. പക്ഷെ രാജു നല്ല സുഖമാണ് ഇങ്ങനെ അടിപൊളിയാണ്. ഇനി ഞാൻ മുട്ടയും കൂടി അടിക്കാത്തുള്ളൂ. ഇനി ഇതേപോലത്തെ കുറെ ക്യാരക്ടേഴ്സ് വന്നാൽ ചിലപ്പോ അടിക്കേണ്ടി വരും. ഡേഞ്ചർ looks so beautiful. Like handsome. പറ. ഞങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ട്. വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. അഥവാ ബാഡ് കമൻറ്റുകൾ വരുന്നുണ്ടെങ്കിൽ
ബാക്കി വായിച്ചില്ല, സോറി. ഇല്ല, ബാഡ് കമന്റ് നമ്മളിപ്പോ അതെ നമുക്ക് ഈ ബാഡ് കമന്റ് ഇപ്പൊ നമ്മളിപ്പോ പണ്ട് തൊട്ടേ നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് കേൾക്കും. പിന്നെ അതുമല്ല, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ രണ്ടിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് കമന്റിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് കമന്റ്സിനെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ജെനുവിൻ നെഗറ്റീവ് ഫീഡ്ബാക്കിനെയും ജെനുവിൻ പോസിറ്റീവ് ഫീഡ്ബാക്കിനെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നെഗറ്റീവ് കമൻ്റൊക്കെ ഞങ്ങൾ കണ്ട സ്പിരിറ്റിലെടുക്കാതെ കാണാറുണ്ട്. മുന്നോട്ട് പോകുന്നു, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ഞങ്ങൾക്ക് അഥവാ ബാഡ് കമൻറ്റ് വരുന്നുണ്ട് അതിനൊന്നും ചെവി കൊടുക്കാണ്ട് മുന്നോട്ട് തന്നെ പോകുക എന്ന്. ചെവി കൊടുക്കാതെ മീൻസ് ലൈക്ക് നമ്മൾക്ക് ഇപ്പൊ ജെന്യുവൻ ആയിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് പറയുവാണെങ്കിൽ നമ്മള് എന്തുകൊണ്ടാണ് അത്രേ ഉള്ളൂ. നമ്മള് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ നമ്മൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് അത് ഇങ്ങനെ മനസ്സിൽ വെച്ച് അയ്യോ അവരിങ്ങനെ പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു അങ്ങനെ വിചാരിച്ച് നമ്മൾ നിൽക്കുന്നില്ല. അങ്ങനെ വിചാരിച്ചാൽ തന്നെ നമ്മൾ ചെയ്യുന്നത് പകുതിയും ബാഡായി പോകും. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ അത് ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ബോദർ ചെയ്യുമല്ലാതെ നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഈ പറയുന്ന പോലെ ഇപ്പൊ ഇത്ര എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്ര എപ്പിസോഡ് ഇത്ര പെട്ടെന്ന് എത്തുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ച് തുടങ്ങിയതല്ല. ഇപ്പൊ ഇത്ര എത്തിയപ്പോ തന്നെ നമ്മള് എന്താ പറയാ, നമുക്ക് ഇനിയിപ്പോ നാളെ ഷൂട്ട് ഉണ്ട്. അപ്പൊ നാളെയും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എൻഗേജിങ് ആക്കണം, എപ്പിസോഡ് അടിപൊളിയാക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മാക്സിമം ശ്രമിക്കും. കാരണം പരിപാടി നന്നാവുക എന്നുള്ളത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണല്ലോ. നമുക്ക് വരുന്ന പോരായ്മകൾ രണ്ടുപേരും സൂപ്പർ. ഷിന്ന എരുമേലി കണ്ണൻ മീനുക്കുട്ടി സൂപ്പർ. താങ്ക് യു. You guys are doing well. Fantastic performance, Eldo. Thank you, Eldo. Come on. Meenu, please again. Come. My brother Alvin. വായിച്ചില്ല സാർ. ഞങ്ങളുടെ സൂപ്പർ. കമൻസ് വേഗം സ്ക്രോളായി പോകുന്നുണ്ട്. നമുക്ക് താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോ ഇതൊക്കെയാണ് സംഭവം. എല്ലാരും പരിപാടി കാണാം, മുടങ്ങാതെ കാണാം. നമ്മളിപ്പോ ഈ വീക്കിൽ തന്നെ 75ാമത്തെ എപ്പിസോഡ് ആവും. 75ാം എപ്പിസോഡ് മുതൽ നമ്മൾ കുറച്ച് സർപ്രൈസുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് നിങ്ങൾ തന്നെ കണ്ടറിയാം. പിന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഇടയ്ക്കും നമ്മൾ ഓഡീഷനുള്ള ചോദ്യം ഉണ്ടാവും, നാളെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡുകളുടെ ഇടയ്ക്കായിട്ട് നമ്മൾ ഓഡീഷന് വേണ്ട ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. അത് വേഗം ആൻസർ ചെയ്യുക. എത്രയും പെട്ടെന്ന് ATM-നാണ് ഇവിടെ വരാം, അല്ലെങ്കിൽ ATM നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മാക്സിമം അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഷോ നല്ല രീതിയിൽ ഇതേപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ. എല്ലാവരോടും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. ഇനിയുള്ള എപ്പിസോഡുകളും നല്ല രീതിയിൽ പോട്ടെ. പിന്നെന്താ, ഇതൊക്കെ തന്നെ. ബബിത നല്ല അവതരണം, ഒട്ടും ബോറടി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ചില സമയത്ത് അഭിനയം കൂടി പോകുന്നുണ്ട് കേട്ടോ. എനിവേസ് കുഴപ്പമില്ല. അഭിനയം ലൈക്ക് നമ്മൾ ഈ തുടക്കത്തിൽ വരുന്ന ഇൻട്രോയ്ക്ക് ആണോ അഭിനയം കൂടി പോകുന്നത്, അതോ നമ്മൾ ഈ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള അഭിനയമാണോ കൂടി പോകുന്നത്? രണ്ടും ഇത്തിരി ഓവറാണ്. നമ്മൾ ഓരോ എപ്പിസോഡിലും ഓരോ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തിട്ട് നമ്മള് അതുമായി തുടക്കത്തിൽ ഇൻട്രോയിലും പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫൺ എലമെന്റ്സ്. പിന്നെ ഒരിക്കലും നിങ്ങൾ സിനിമയിലെ ക്യാരക്ടറായിട്ട് അതിനെ കമ്പയർ ചെയ്യരുത്. കാരണം സിനിമയിൽ അവരൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം നമ്മളെടുത്ത് എന്തൊക്കെ കാണിച്ചാലും അത്രയും എത്തത്തില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ അതിനകത്തൊരു ഫൺ എലമെന്റ് ആഡ് ചെയ്ത് ഒരു സ്കിറ്റ് രൂപേണ ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ അതേ ഇതിൽ തന്നെ ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അല്ല, അതിനെ വെച്ച് ഒരിക്കലും ഒറിജിനൽ ഒരു ഇതിനെ വെച്ച് നമ്മളുടെ ഇത് കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ താങ്ക് യു. എല്ലാവരും പരിപാടി കാണാം. അപ്പോൾ ഇന്നിപ്പോൾ 9 മണിക്ക് നമ്മുടെ ഷോ തുടങ്ങും. അതിനിടയിൽ ഓഡീഷന് വേണ്ട ചോദ്യം ഉണ്ടാവും. പിന്നെ ഈ വീക്കിൽ തന്നെ 75 എപ്പിസോഡാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് സർപ്രൈസുകളുണ്ട്. പിന്നെ 100 എത്തും, പിന്നെ 150 എത്തും, എത്തട്ടെ. പിന്നെ 100 എത്തും, 150. അപ്പൊ
എല്ലാവരോടും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് ബൈ. യു. ബൈ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പരിപാടിക്ക് കാണാം. ഓക്കെ. ടാറ്റാ. ബൈ.